നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നവംബർ മാസം 2-ാം തീയതി മുതൽ നവംബർ മാസം 8-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 1-ാം തീയതി ശുക്രൻ തുലാം രാശിയിലോട്ട് സംക്രമിക്കുന്നു. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ, വീട്ടിൽ പുതിയ വസ്തുക്കൾ വാങ്ങിക്കുക, വീട്ടുപകരണങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് പ്രോപ്പർട്ടി വാങ്ങുക, വീട് മോടി പിടിപ്പിക്കുക, ഉള്ളവർ കൂടുതൽ മോടി പിടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സാധ്യമാകുന്നു. അതുപോലെ തന്നെ അതിനുള്ള സാമ്പത്തിക സഹായം ഇവർക്ക് ലഭ്യമാകുന്നു. അതുപോലെ പുതിയ വസ്ത്രം വാങ്ങുക, വിലപിടിപ്പുള്ള വസ്ത്രം വാങ്ങുക, വിലപിടിപ്പുള്ള ഫർണിച്ചർ വാങ്ങുക, വിലപിടിപ്പുള്ള IT ഉപകരണങ്ങൾ വാങ്ങുക, ആളുകൾക്ക് ആകർഷണീയത തോന്നുന്ന തരത്തിൽ അണിഞ്ഞൊരുങ്ങി നടക്കാൻ സാധിക്കുക. പുരുഷ സ്ത്രീ ഭേദമന്യേ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആ ഒരു വ്യക്തിത്വത്തിൻ്റെ, ഭംഗിയുടെ, സൗന്ദര്യത്തിൻ്റെ വർധനവ് വരുന്ന ഒരാഴ്ചയാണിത്. പക്ഷേ അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക നേട്ടം, കുടുംബത്തിൽ പണം ഉപയോഗിക്കാൻ തക്കവണ്ണം ധാരാളം സമ്പത്ത് ഇവരിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാം. ഒന്നുകിൽ കുടുംബത്തിലെ ഭാഗം വയ്ക്കലോ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പണം കിട്ടുന്ന തരത്തിലുള്ള ചില കർമ്മങ്ങളോ ഇവർക്ക് ഇപ്പോൾ സാധ്യമാകുന്നു. മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം ഇപ്പോൾ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു. ജോലി സ്ഥലത്തും അവർക്ക് വളരെ കമനീയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ പ്രസൻസ് കൊണ്ട്, ഇവരുടെ സാന്നിധ്യം കൊണ്ട്, മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ കർമ്മമേഖല കുറച്ചുകൂടി സുശക്തമാവുന്നു. നന്നായിട്ട് അവർക്ക് അവരുടെ പ്രവർത്തനക്ഷമത കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. അപ്പോൾ യാത്രാഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തിക നേട്ടം, ഇതൊക്കെ ഈ ആഴ്ച മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയത്തക്ക ഒന്നാണ്. എന്നാൽ മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർ ഇപ്പോൾ അവരുടെ ജീവിത പങ്കാളിയുമായി കലഹമുണ്ടാകാനോ അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആയ അവശതയോ അപകടസ്ഥിതിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ല് സംബന്ധമായോ പേശി സംബന്ധമായോ അസുഖങ്ങളുണ്ടാകാം. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകാം. അതുമല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി കലഹമുണ്ടാകാം. ചിലപ്പോൾ ചിലർക്കെങ്കിലും ഈ നക്ഷത്രത്തിൽപ്പെട്ട മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ലീഗലി നിയമപരമായി വേർപിരിയേണ്ട ഒരവസ്ഥ ഉണ്ടാകാം. വിവാഹ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഇവർക്ക് കാണുന്നുണ്ട്. ശുക്രൻ 7-ൽ നിൽക്കുന്നതും നല്ലതല്ല. സ്ഥാനബലത്തോടെ നിൽക്കുന്നതിനാൽ മറ്റു ഗുണങ്ങൾ, സൗകര്യങ്ങൾ, വീട്, വസ്തു, പണം, സൗന്ദര്യം, കലാപരമായ കഴിവുകൾ വഴി അവർക്ക് ബഹുമാന്യതയും അതുപോലെ മറ്റ് അവസരങ്ങളും ലഭിക്കുക തുടങ്ങി ബാക്കി എല്ലാ കാര്യങ്ങളും ഗുണകരമായി വരുമെങ്കിലും 7-ൽ ശുക്രനും 8-ൽ ചൊവ്വയും നിൽക്കുന്നതിനാൽ ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ സൗന്ദര്യപ്പിണക്കം കൊണ്ടാകുന്നു നിൽക്കാം, അല്ലെങ്കിൽ രോഗാവശതകൾ കൊണ്ട് പ്രാപ്യമല്ലാത്ത ചില അവസ്ഥകൾ വരാം. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കണം. പുരുഷ നക്ഷത്രക്കാരാണ് മേടക്കൂറിലെങ്കിൽ അവർക്ക് സ്വന്തം ആരോഗ്യം പ്രശ്നമുണ്ടാകാം. അപകടസ്ഥിതി, ഇലക്ട്രിസിറ്റി, തീയ്, അതുപോലെ ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, ഇതൊക്കെ പ്രയോഗിക്കുക വഴി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ഈ മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്കാണെങ്കിൽ ജീവിത പങ്കാളിയുമായി കലഹമോ പ്രശ്നമോ അകന്നു നിൽക്കണോ, അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ശാരീരിക അവശതയോ പ്രശ്നമോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2 ഉച്ചവരെ, ശേഷം 4 ഉച്ച കഴിഞ്ഞ് 5, 6 ഉച്ചവരെയും പിന്നെ 8-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ നല്ലതാണ്. ആദ്യ പകുതി, അതായത് സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിലെ വിജയവും, ഇവർ എന്താണോ ചെയ്യുന്നത് അതിനെല്ലാം തന്നെ ഒരു ഈശ്വരാധീനം ഉണ്ടാകുന്നു. ഇവർ ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലത്തേക്ക് യാത്ര പോകാൻ പറ്റുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട ജോലി അവർക്ക് കരസ്ഥമാകുന്നു. അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ നല്ലൊരു ജോലി കിട്ടാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തികമായി നല്ല വരുമാനം ഉണ്ടാകുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം സാമ്പത്തികമായി നല്ല വരുമാനം കാണുന്നുണ്ട്. സാമ്പത്തികമായി നല്ല വരവ് കാണുന്നുണ്ട്. അതായത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടത്താൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ബലം തുടർന്ന് വരുന്ന 2.5 ദിവസങ്ങളിൽ ഇവർക്ക് വരാം. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാം. ആഴ്ചയുടെ 2-ാം പകുതി താരതമ്യേന ചെലവ് കൂടിയിരിക്കുന്ന ഒരു ദിവസമാണ്. അവസാന ദിവസങ്ങൾ ഇവർക്ക് നല്ലതാണ്. ആഴ്ചയുടെ 2-ാം പകുതിയിലെ ആദ്യ ദിവസങ്ങളാണ് അല്പം സാമ്പത്തിക അധിക ചെലവ് ഉണ്ടാകുന്നതേ ഉള്ളൂ, വേറെ ദോഷമൊന്നുമില്ല. നീർദോഷത്തിൻ്റെ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലങ്സിനോ
അതുപോലെ തന്നെ തൊണ്ടയ്ക്കോ മൂക്കിനോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ത്രോട്ട് ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവർക്കും ലോവർ അബ്ഡമിൻ ഭാഗത്തും അതുപോലെ തന്നെ ഈ ജെനിറ്റൽ ഓർഗൻസിൻ്റെ ഭാഗത്തുമൊക്കെ എന്തെങ്കിലും ശസ്ത്രക്രിയയോ അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ചില ചെറിയ യാത്രകൾ ചെയ്യുക വഴി ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ യാത്രകൾ ചെയ്യുന്ന വഴിയൊക്കെ ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. സഹോദര സ്ഥാനത്തുള്ളവരുമായോ അടുത്ത ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള കാര്യവും ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തീരുമാനമാവും. ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ ആദ്യ ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. അധിക ചിലവുണ്ടെന്ന് പറഞ്ഞു. നീർദോഷത്തിൻ്റെ അസുഖവും വരാം. അവസാന ദിവസങ്ങൾ പൊതുവേ നല്ലതാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ശാരീരികമായ ഗുണവും ബാക്കി ഇതുമൊക്കെ കാണുന്നു, ശ്രേയസ്സുമൊക്കെ കാണുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന തരത്തിലുള്ള ജീവിതചര്യ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു. അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം വളരെ ശ്രദ്ധിക്കണം. സ്വന്തം വാക്ക് തന്നെ ശത്രുവാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോട് ഇടപഴകുമ്പോഴും പെരുമാറുമ്പോഴും അങ്ങേയറ്റത്തെ കരുതലുണ്ടായിരിക്കുക. ഈ ആഴ്ചയിൽ ഇടവക്കൂറിനെ സംബന്ധിച്ചുള്ള നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4 ഉച്ചവരെ, ശേഷം 6 ഉച്ച കഴിഞ്ഞ് 7, 8 ഉച്ചവരെ നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം തുടർന്നു വരുന്ന ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. അതായത് തുടർന്നു വരുന്ന ഏകദേശം 4.5 ദിവസങ്ങളോളം ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. 4.5 ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇവർക്ക് വലിയ വിജയമുണ്ടാകുന്നതായും സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതായും കാണുന്നു. പ്രവർത്തനങ്ങളിലെ വിജയം ഇവർക്ക് ഭാവിയിൽ ഇവരുടെ തൊഴിലിനെ ഉറപ്പിച്ചു നിർത്താൻ സാധ്യമാകുന്ന വിധം ഗുണകരമായി വരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ചിലർ കാരണവസ്ഥാനത്തുള്ളതുമായി തെറ്റി നടന്നിരുന്നിരിക്കാം. അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നു. ഒന്നുകിൽ അവരുടെ വാക്ക് കേൾക്കുന്നു, അതനുസരിച്ച് വിവാഹത്തിന് സമ്മതം മൂളുന്നു. അതല്ലെങ്കിൽ ഇവരുടെ അഭിപ്രായം അവർ സമ്മതിച്ചു കൊടുക്കുകയും ഒരു സമരസത്തിൻ്റെ പാതയിലൂടെ പോയി വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം പോസിറ്റീവായി ഉണ്ടാവുകയും ചെയ്യുന്നു. പുതിയ യാത്ര ഉല്ലാസ സ്ഥലങ്ങളിലേക്കോ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കോ ജലം അധികമായുള്ള സ്ഥലങ്ങളിലേക്കോ വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലങ്ങളിലേക്കോ ഒക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര തരപ്പെടുന്നു. സാമ്പത്തിക നേട്ടം കാണുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള ഏകദേശം 4ഓളം ദിവസങ്ങളാണ് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകുക. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും ഇവർക്ക് ചില വേണ്ടപ്പെട്ട വ്യക്തികളുമായി പിരിയേണ്ടി വന്നേക്കാം. ഒന്നുകിൽ ഇവരുടെ ജീവിതത്തിലെ സ്ത്രീ സ്വാധീനങ്ങൾ ഇവർക്ക് കലഹത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിരഹത്തിനോ ഇടയുണ്ടാക്കാം. അതൊരു മാനസിക വിഷമം ഉണ്ടാക്കാം. പിന്നീട് ആഴ്ചയുടെ അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് മാനസികമായ ഈ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഇവർ കരകയറുന്നത്. അത് പൊതുവേ ഇവർക്ക് പിന്നെ തുടർന്നുള്ള ദിവസങ്ങൾ, അതായത് അടുത്ത ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും വളരെ ഗുണകരമായിട്ട് മാറും. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം, മനസ്സിൻ്റെ ഉല്ലാസം വർദ്ധിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ തുടക്ക ദിവസത്തിന് ശേഷം ഉള്ള 4ഓളം ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രവർത്തനത്തിനും പ്രവർത്തന വിജയത്തിനും സാമ്പത്തിക ലാഭത്തിനും ധനനേട്ടത്തിനും ആഗ്രഹിച്ച കാര്യങ്ങൾ സാഫല്യപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിനും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകുന്നതിനും ഒക്കെ നല്ലതാണ്. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ വളരെ സൂക്ഷിക്കണം. 1 അമിത ചിലവ്, 2 ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള ചില വിരഹമോ അസുഖമോ അല്ലെങ്കിൽ മറ്റു വാക്കുതർക്കമോ പ്രശ്നമുണ്ടാക്കാം. അവസാനത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം, അതായത് ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങളൊക്കെ മാറി മനസ്സിന് സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നു. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2 ഉച്ച കഴിഞ്ഞ് 3, 4, 5, 6 ഉച്ച വരെയും ശേഷം 8 ഉച്ചയ്ക്ക് ശേഷവും നല്ലതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണം. ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ ഗുണമെന്ന് പറയുമ്പോൾ ആദ്യ പകുതിയിൽ ഇവർക്ക് അപ്രതീക്ഷിതമായി കുറച്ച് പണം വരാനുള്ള സാധ്യതയുണ്ട്. ആദ്യ ദിവസം ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ചും സാമ്പത്തികമായി കുറച്ച് പണം വരാം. ഒന്നുകിൽ ഇവർ നേരത്തെ ചോദിച്ചിരുന്ന വ്യക്തികൾ ഓർക്കാപ്പുറത്ത് ഇവർക്ക് കൊടുക്കാം. അവരിൽ നിന്ന് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നത് പെട്ടെന്ന് കിട്ടാം. അതുപോലെ തന്നെ ചില പലിശയ്ക്ക് ചോദിച്ചിരുന്ന ചില പണം പലിശയുടെ ഭീമമായ പലിശയുടെ കാരണത്താലൊക്കെ വേണ്ടെന്ന് വെച്ചിരുന്നത് ഓർക്കാപ്പുറത്ത് പലിശ അല്പമൊക്കെ താഴ്ത്തി ഇവരുടെ മനസ്സിന് തൃപ്തി വരുന്ന തരത്തിൽ ഇവരിലേക്ക് വന്നു ചേരാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. നട്ടെല്ല് സംബന്ധമായ അസുഖമോ പ്രശ്നങ്ങളോ ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാരുടെ അഭിപ്രായ പ്രകാരം ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. തുടർന്നുള്ള 2 ദിവസങ്ങളും ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ശാരീരിക ആവശ്യത കൊണ്ടായിരിക്കണം.
അതുപോലെ പിതാവിനും ചെറിയൊരു ശാരീരിക അവശത തുടർന്നുള്ള 2 ദിവസങ്ങളിൽ കാണുന്നു. അതിനുശേഷം വളരെ ഗുണകരമാണ് കർക്കിടകക്കൂറിന്, അതായത് ആഴ്ചയുടെ 2ാം പകുതി. പ്രവർത്തനത്തിൽ, ഓഫീസിൽ, തൊഴിൽ മേഖലയിൽ, പ്രവർത്തന മേഖലയിലൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിലെ വിജയം, കനത്ത സാമ്പത്തിക ലാഭം ഇവർക്കുണ്ടാക്കി കൊടുക്കുന്നു. വേണമെങ്കിൽ ആഴ്ചയുടെ 2ാം പകുതി ഇവർക്ക് ലോട്ടറി വരെ എടുക്കാം, ഗുണമാണ്. പൊതുവേ ഇവരുടെ വ്യക്തിത്വത്തിൽ അല്പം മാറ്റം വന്നിരിക്കുന്ന ആഴ്ച ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ ഇടപെടലും ആളുകളോട് പെരുമാറുന്ന രീതിയുമൊക്കെ വളരെ ഇമ്പ്രസീവായി മാറുന്നു. അതുകൊണ്ട് തന്നെ കർമ്മസ്ഥലത്ത്, പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇവർക്ക് വലിയ പേരുണ്ടാകുന്നു. സാമ്പത്തികമായ വരവ് തൊട്ടടുത്ത ദിവസങ്ങളിൽ, അതായത് ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും വെള്ളി, ശനി ദിവസങ്ങളിൽ നല്ല സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം വെള്ളി, ശനി ദിവസങ്ങളിൽ നല്ല സാമ്പത്തിക നേട്ടവും കുറേ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നതുമായി കാണുന്നു. വലിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം അല്പം അമിത ചെലവ് സംഭവിക്കാം. അതുവരെ കൃത്യം പ്ലാനിങ്ങിൽ പോയിരുന്നവർ ആഴ്ചയുടെ അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം പ്ലാനിങ് തെറ്റി ചില അവസ്ഥകളിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 4 ഉച്ച കഴിഞ്ഞ് 5, 6, 7, 8 ഉച്ച വരെ താരതമ്യേന ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യ ദിവസം ഉച്ചവരെ വളരെ നല്ലതാണ്. അതിനുശേഷം ശാരീരികമായ ചില അവസ്ഥയോ ആലസ്യമോ ഉണ്ടാകാം. ഏതെങ്കിലും ഒരു സ്ത്രീ മുഖേന ഇവർക്ക് മനസ്സിന് സന്താപമുണ്ടാവുകയും വിഷമമുണ്ടാകുകയും ചെയ്യാം. സ്ത്രീ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ കാമുകിയായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തായിരിക്കാം, അതല്ലെങ്കിൽ ഭാര്യയാവാം, അതുമല്ലെങ്കിൽ അമ്മയോ സഹോദരിയോ മകളോ ആവാം. ഈ തരത്തിൽ ആരെങ്കിലും സ്ത്രീ സാന്നിധ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷമോ ശാരീരിക അവശതയോ, അല്ലെങ്കിൽ അവർ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുമായി കലഹമുണ്ടാവുകയോ ഒക്കെ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള 2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മനസ്സിന് യാതൊരു വിധത്തിലുള്ള ഉന്മേഷവും ലഭിക്കാത്തതിനാൽ മിക്കവാറും അവധിയെടുക്കുകയോ റെസ്റ്റ് എടുക്കുകയോ ചെയ്യാം. പ്രവർത്തന മേഖല ശൂന്യമായിട്ടാണ് കാണുന്നത്. പിന്നീടുള്ള ദിവസങ്ങളാണ് ഇവർക്ക് ഗുണകരം. പിന്നീടുള്ള ദിവസങ്ങളിലും ആലസ്യമാർന്ന ഒരു തൊഴിൽ രീതിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ടീവ് അല്ല ആ ദിവസങ്ങളിലും ഇവരുടെ പ്രവർത്തന മേഖല. അവസാനത്തെ 3 ദിവസങ്ങളാണ് ഇവർക്ക് വലിയ ഗുണം. അത് പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ മികവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ച എടുക്കുമ്പോൾ ആദ്യ ദിവസം കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ 2 ദിവസങ്ങളാണ് പൊതുവേ ചിങ്ങക്കൂറിന് വളരെ ഗുണകരം. ആ ഗുണമെന്ന് പറയുമ്പോൾ അത് പ്രവർത്തന മേഖലയിലെ വിജയം, സാമ്പത്തിക നേട്ടം, ആഗ്രഹിച്ച കാര്യത്തിലുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായും അത് ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാതുരമായ അവസ്ഥ എന്ന് പറയുന്നത് ഉദരം, പൊക്കിൾ, അതുപോലെ സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഭാഗങ്ങൾ, ഇവിടെയൊക്കെ സ്കിന്നിന് എന്തെങ്കിലും അലർജി, അസുഖമോ മറ്റോ ഉണ്ടാകാം. അതുപോലെ തന്നെ നട്ടെല്ലിന് സംബന്ധമായോ വാതസംബന്ധമായോ അസുഖങ്ങൾ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2-ാം തീയതി ഉച്ചവരെ നല്ലതാണ്. ശേഷം 6 ഉച്ച കഴിഞ്ഞ് 7, 8 ഉച്ചവരെയും താരതമ്യേന ഗുണമാണ്. 8-ാം തീയതി പൊതുവെ 6 ഉച്ച കഴിഞ്ഞ് 7, 8 ഒക്കെ സാമ്പത്തിക നേട്ടത്തിൻ്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് പൊതുവെ ഗുണമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കൽ, അത്തം, ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, ആദ്യ പകുതി വളരെ ഗുണകരമാണ്. കടബാധ്യതയിൽ നിന്ന് മോചനമാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ കുറേ കാലമായി ഇവർ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാനും കടബാധ്യതയിൽ നിന്ന് ഇവർ വാങ്ങിയിരുന്ന പണത്തിൻ്റെ കുറേയെങ്കിലും അളവ് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നൊരവസ്ഥ, അങ്ങനെ കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം ലഭിക്കൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നു. മറ്റൊരു പ്രധാന വശം, ഇവരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പണം മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്, അത് എഴുതി തള്ളിയതാണെങ്കിൽ ആ പണം ഇവർക്കിപ്പോൾ സഹായമായി വരുന്നു. അങ്ങനെ കടക്കണിയിൽ പെട്ടിരിക്കുന്ന ഇവർക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന തരത്തിൽ പല വിധത്തിൽ പണം വരാനുള്ളൊരു സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന പല പ്രോജക്റ്റുകളും മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള അവസ്ഥ വരുന്നു. പിണങ്ങി നിന്നിരുന്നവർ ഇണങ്ങി സാഹചര്യത്തോട് ഒരുമിച്ച് നിന്നുകൊണ്ട് സംരംഭം തുടരാനുള്ള കാര്യങ്ങൾ അതിനുള്ള സൂചനകൾ കിട്ടുന്നു. യാത്ര തടസ്സപ്പെട്ടിരുന്നത് മാറുന്നു, യാത്രയ്ക്ക് പോകാൻ സാധിക്കുന്നു. ഇതൊക്കെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ആദ്യ പകുതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. വിവാഹവുമായി ബന്ധപ്പെട്ടോ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാണുന്നു.
ഒരുപക്ഷെ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു തടസ്സമുണ്ടായിരുന്നത് ഒരു മൂന്നാം വ്യക്തി വന്ന് സംസാരിച്ച് സമരസപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ജീവിതത്തിൽ വളരെ ഉപദേശത്തിൻ്റെ കാര്യത്തിലായാലും ശരി, പക്വതയുടെ കാര്യത്തിലായാലും ശരി, വളരെ നല്ല ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊരു പ്രണയബന്ധത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. കന്നിക്കൂറിൽപ്പെട്ടവർക്ക് പ്രണയമോ വിവാഹമോ ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം നടക്കാനുള്ള സാധ്യത കാണുന്നു. ആഴ്ചയുടെ രണ്ടാം പകുതി താരതമ്യേന ചെലവ് വർദ്ധിച്ചിരിക്കുന്നതും ചെറിയ ശാരീരിക അവശത ഉണ്ടാകുന്നതുമാണ്. മാതാവിന് ആരോഗ്യസ്ഥിതി അത്ര നല്ലതായിരിക്കില്ല ആഴ്ചയുടെ രണ്ടാം പകുതി. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവധിയെടുക്കേണ്ടി വരികയോ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയോ ചെയ്യുന്നൊരവസ്ഥ കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസവും ചില പ്രധാനപ്പെട്ട യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് നടക്കും. അങ്ങനെ ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവും ഇഷ്ടപ്പെട്ട പുതിയ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമൊക്കെ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കാണുന്നു. ഈ ആഴ്ച മുഴുവൻ നിലനിൽക്കാൻ തക്കമുള്ള പണം ഇവരിലേക്ക് എന്തായാലും എത്തിച്ചേരുന്നുണ്ട്. അത് ആദ്യ ദിവസത്തിൽ തന്നെ ഇവർക്ക് കിട്ടുന്നു. കടബാധ്യതയിൽ നിന്നും മോചനവും സാധിക്കുന്നുണ്ട് ഒരു പരിധിവരെയെങ്കിലും. ഇവരെ സംബന്ധിച്ചിടത്തോളം, കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2, 3, 4 ഉച്ചവരെ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട സവിശേഷത ഇവരുടെ വ്യക്തിത്വം കുറച്ചുകൂടി വർദ്ധിക്കുന്നതായും ശാരീരികമായ അവരുടെ മോശപ്പെട്ട അവസ്ഥകൾക്ക് മാറ്റം വരുന്നതായും, അങ്ങനെ മാറ്റം വരുന്നതിനും ശാരീരികമായ സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും തക്കവണ്ണം മനസ്സ് കുറച്ചുകൂടി ശാന്തമാവുന്നു, കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാവുന്നു, വ്യാകുലപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ഒരു ശാന്തി ഉണ്ടാകുന്നു. അങ്ങനെ പൊതുവെ ഇവരുടെ കാര്യങ്ങളിൽ ഈശ്വരാധീനവും ഭാഗ്യവും കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ദുരിതങ്ങളിൽ നിന്ന് ആശ്വാസങ്ങളിലേക്കാണ് ഇവർ ഇപ്പോൾ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. കനപ്പെട്ട ദുരിതവും കനപ്പെട്ട സാമ്പത്തിക ബാധ്യതയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് പതുക്കെ പിടിച്ചു കയറി വരുന്നൊരവസ്ഥ. ശാരീരികമായ അവശത, ആശങ്ക തുടങ്ങിയ കാര്യങ്ങൾ ഇവരെ അലട്ടിയിരുന്നു. അതിൽ നിന്നൊരു മാറ്റം കാണുന്നുണ്ട്. കാര്യങ്ങളെ നേരിടാൻ തക്കവണ്ണം മനസ്സാന്നിധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിജസ്ഥിതി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്നു. വൈകാരികമായ ആശങ്കകൾ പെരുകിയാൽ കൃത്യമായി ബുദ്ധി ഉണരണമെന്നില്ല. ആ ഒരവസ്ഥ ഇപ്പോൾ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാറി വന്നിരിക്കുന്നതായി കാണാം. വ്യാഴത്തിൻ്റെ 10ലെ വരവ് അവരുടെ കർമ്മം കുറച്ചുകൂടി തെളിമയാർന്നതായി, ശുദ്ധജലത്തിൻ്റെ സ്ഫടികജലത്തിൻ്റെ അവസ്ഥ പോലെ ആഴത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന വിധം ദീർഘദൂരം ഇവർക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബുദ്ധി തെളിയുന്നു ഇവരിലേക്ക്. അതുകൊണ്ട് തന്നെ വൈകാരികതയുടെ കടും വർണ്ണങ്ങൾ ഇവരിൽ നിന്ന് മാറിപ്പോവുകയും നിയതിയുടെ സത്യത്തിൻ്റെ കൃത്യമായ പാത തെളിയുകയും ചെയ്യുന്നതിനാൽ സമാധാനം ഇവർക്കുണ്ടാകുന്നു. കാര്യങ്ങൾ നേരിടാൻ പാകത വരുന്നു. അതൊക്കെയാണ് ഈ ആഴ്ചയിൽ പ്രധാനമായും ഇവർക്ക് പറയാനുള്ളത്. പിന്നെ ആശങ്കകൾ ഉണ്ടെങ്കിലും അതിനൊരു അറുതി വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് തടസ്സം നിന്നിരുന്ന കാര്യങ്ങളും കടബാധ്യതയും അതുപോലെ ദുരിതവും ഒക്കെ മാറാൻ തക്കവണ്ണമുള്ള ഈശ്വരാധീനം ഇവരിലേക്ക് വന്നിരിക്കുന്നു. ഈ ആഴ്ചയിൽ തുലാക്കൂറിന് ഇവർക്ക് രോഗാതുരമായ അവസ്ഥകൾ പ്രധാനമായും പറയാനുള്ളത് ഈ ലോവർ അബ്ഡമിൻ ഭാഗം തന്നെയാണ്. വാരിപ്രദേശം, വസ്തിപ്രദേശം, ഈ ഭാഗങ്ങളിൽ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗവും ശ്രദ്ധിക്കണം. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, ശാരീരികാവസ്ഥ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. വേണ്ടപ്പെട്ടവർക്ക് ദുരിതമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2 ഉച്ച കഴിഞ്ഞ് 3, 4, 5, 6 ഉച്ചവരെയും നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. ആദ്യ പകുതി ഇവരെ സംബന്ധിച്ചിടത്തോളം ചില ഭാഗ്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാകുന്നത് ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിലാണ്. അത് കൃത്യമായി അവരുടെ കർമ്മരംഗത്ത് സ്വാധീനം ചെലുത്തുകയും കർമ്മരംഗം കുറച്ചുകൂടി സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കടബാധ്യത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുത്തിട്ട് അത് കൃത്യമായി നടക്കാൻ വയ്യാതെ അത് ഏൽപ്പിച്ച ആളുടെ മുമ്പിൽ നിരാശാഭരിതരായിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങുന്നതായി അവർക്ക് തന്നെ ബോധ്യപ്പെടുന്നു. അതായത് തടസ്സങ്ങൾ മാറുന്നു. അതുപോലെ തന്നെ ഭിന്ന അഭിപ്രായത്തിൽ കലഹിച്ചു മാറി നിന്നിരുന്നവരെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥ വരുന്നു.
വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു. മറ്റ് മംഗളകർമ്മങ്ങൾ ജീവിതത്തിൽ നടക്കേണ്ടത് തെളിഞ്ഞു വരുന്നു. ഭാഗ്യം പണത്തിൻ്റെ രൂപത്തിൽ വിദേശത്തു നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാനുണ്ടായിരുന്നതോ കൃത്യമായി ഇവരിലേക്ക് വന്നു ചേരുന്നു. വീട് ഭാഗം വയ്ക്കുകയോ വീട്ടിൽ നിന്ന് ഇവർക്ക് കിട്ടേണ്ട ഓഹരിയോ കൃത്യമായി വരുന്നു. ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നും ധനം വരികയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമൊത്ത് വളരെ സുഗമമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണമുള്ള പാകത്തിൽ ഇവരിലേക്ക് എത്തിച്ചേരുന്നു. പെട്ടെന്നുണ്ടാകുന്ന ചില ആശയങ്ങൾ ഇവർക്കിപ്പോൾ ഫലവത്താകുകയും അത് കർമ്മരംഗത്ത് പ്രയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അതിൻ്റെ വിജയസാധ്യത തെളിഞ്ഞു വരികയും ചെയ്യുന്നു. അതുകൊണ്ട് പൊതുവെ കൂട്ടായ സംരംഭങ്ങൾ വിജയിക്കുന്നു. ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി പ്രവർത്തന വിജയം, സാമ്പത്തിക ലാഭം, തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകൽ ഇതെല്ലാം കാണുന്നു. അതുപോലെ ദുരിതമോ രോഗമോ ആലസ്യമോ ഉണ്ടായിരുന്ന മനസ്സിൽ നിന്ന് മാറി മനസ്സിന് ശുഷ്കാന്തിയും ഊർജ്ജസ്വലതയും വർദ്ധിക്കുന്നതായും കാണുന്നു. രോഗാതുരതകൾ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ലങ്സിൻ്റെ ഭാഗത്താണ്. ഏതെങ്കിലും തരത്തിലുള്ള അലർജി അസുഖങ്ങളോ കഫപ്രകൃതിയുള്ള ശരീരമാണെങ്കിൽ ആ വിധത്തിലുള്ള വിഷമങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്വാസം മുട്ടലോ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ചുണ്ടാകാവുന്ന അലർജി അസുഖങ്ങളോ ചിലപ്പോൾ ഇവരെ ബാധിച്ചേക്കാം. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 4 ഉച്ചകഴിഞ്ഞ് 5, 6, 7, 8 ഉച്ചവരെയും നല്ലതാണ്. ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും പെട്ടെന്ന് ചില തീരുമാനങ്ങൾ ഇവർക്കിപ്പോൾ തരപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നല്ല ലാഭം കാണുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ കരുതൽ ഇവർക്ക് ആവശ്യമാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാവുന്ന ചെറിയ പിഴവിനെ പോലും വലുതായി കാണുകയും കലഹമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇവരുടെ കർമ്മരംഗത്ത് പൊതുവെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശുഷ്കാന്തിയെ കെടുത്തുന്ന തരത്തിലുള്ള ഒരുപാട് ആക്രമണങ്ങൾ, സൈലൻ്റായ ആക്രമണങ്ങൾ ഇവരുടെ കർമ്മരംഗത്തുണ്ടാകാം. അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഓർക്കാപ്പുറത്ത് ഇവർക്ക് ഈശ്വരാധീനം വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാതാവിനോ മാതൃകുടുംബത്തിലോ അല്ലെങ്കിൽ പിതാവിനോ അസുഖമോ അവസ്ഥയോ ഉണ്ടാകാം. ആഴ്ചയുടെ ആദ്യ പകുതി, ആദ്യ ദിവസം കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ പകുതി, അതായത് ആഴ്ചയുടെ ആദ്യ ദിവസം നല്ലത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങളാണ് കൂടുതൽ ഗുണകരം. അത് സാമ്പത്തിക നേട്ടത്തിനും വീടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മാനസിക വിഷമങ്ങൾക്ക് അറുതി വരുത്തലും അതുപോലെ തന്നെ കർമ്മരംഗത്ത് ഇവർക്കുണ്ടായിരുന്ന ആശങ്കകളും പരിഭ്രമവും മാറലുമൊക്കെയാണ്. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും നടക്കുന്നതാണ് ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങൾ. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, അഭിമുഖങ്ങളിൽ വിജയം, ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങളെ അതിജീവിക്കൽ, വെല്ലുവിളികളെ അതിജീവിക്കൽ, ഇതെല്ലാം സാധിക്കുന്നത് ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ്. പൊതുവെ ഗുണകരം എന്ന് വിശേഷിപ്പിക്കാം ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. ആരോഗ്യ സംബന്ധമായി ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ മാതാവിന് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ പിതാവിനും ദോഷം കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തുട, കാൽമുട്ട് ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും ചലനശേഷിയെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വൈകൃതമുള്ളവരും വളരെ ശ്രദ്ധിക്കണം. മൂവ്മെൻറ്റ് ഏതെങ്കിലും തരത്തിൽ ഈ ചിലപ്പോൾ പെട്ടെന്ന് അബ്രപ്റ്റായി നിന്നു പോവുകയോ അതല്ലെങ്കിൽ ഈ കോച്ചിപ്പിടിക്കൽ എന്നൊക്കെ പറഞ്ഞ പോലെ പേശികൾക്ക് സങ്കോചമുണ്ടാവുകയോ ഒക്കെ ചെയ്യാവുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരുടെ പ്രത്യേകിച്ച് അരക്കെട്ടിന് താഴ്പോട്ടുള്ള ഭാഗങ്ങളിൽ എക്സസൈസോ അരക്കെട്ടിന് മുകളിൽ അപ്പർ ബോഡി വെയിറ്റ് കൂടുന്നവർക്ക് അതിൻ്റെ മുൻവിധികൾ കണ്ടുകൊണ്ടുള്ള ഒരു രീതിയൊക്കെ വേണം. ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള അപ്പർ ബോഡി ഉള്ളവർക്ക് സ്വാഭാവികമായും നടക്കാൻ ബുദ്ധിമുട്ടോ ചിലപ്പോൾ വീണു പോവുകയൊക്കെ ചെയ്യാവുന്ന ഒരവസ്ഥ ഈ ആഴ്ചയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2 ഉച്ചവരെ നല്ലതാണ്. ശേഷം 6 ഉച്ചകഴിഞ്ഞ് 7, 8 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനം ഇവർക്ക് കാര്യങ്ങൾ നടന്നു എന്ന അവസ്ഥ വരുന്നു. പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തിരുന്നത് പതുക്കെ പതുക്കെ അത് റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നു. അതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രതയും വഴികാട്ടിയായി നിൽക്കുന്ന വ്യക്തികളും ഭാഗ്യം കൊണ്ടുവരുന്ന വ്യക്തികളും ഇവരോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഈശ്വരാധീനമാണ്. കുടുംബ സംബന്ധമായ കാര്യങ്ങൾ, വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ ഏത് മംഗളകരമായ കാര്യങ്ങൾക്കും ഇപ്പോൾ ഇവർക്ക് പച്ചക്കൊടി കിട്ടുന്നതാണ്. എല്ലാം തീർച്ചയായും നടന്നു പോവുകയും അതിൻ്റെ മനസ്സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ.
വീടുമായി ബന്ധപ്പെട്ടോ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട കക്ഷികളോ അയൽക്കാരുമായോ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾക്ക് നാനാർത്ഥങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു തരത്തിൽ ഇവരെ അപഹസിക്കാനുള്ള സാധ്യത ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. എന്നാൽ പൊതുവെ ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം ഇവർക്ക് ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. വളരെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിലെ ഊർജ്ജസ്വലതയും കഴിഞ്ഞ കുറേ കാലമായി ഇവർക്കുണ്ടായിരുന്ന മാനസികമായ ക്ഷീണിതാവസ്ഥ മാറി ഊർജ്ജസ്വലമായ മനസ്സും അവരുടെ പ്രവർത്തനങ്ങളിൽ അഭിരമിക്കുന്നതുമായിട്ടാണ് കാണുന്നത്. അതുതന്നെ കനത്ത സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം. പിന്നീട് ആഴ്ചയുടെ അവസാന ദിവസവും വളരെ ഗുണകരമാണ്. ആരോഗ്യം സൂക്ഷിക്കേണ്ടത് മുഖം ഇവർ വളരെ ശ്രദ്ധിക്കണം. മുഖത്തെ ത്വക്കിന് അസുഖമോ അലർജിയോ ഉണ്ടാകാം. കണ്ണ്, ഹൃദയം, അതുപോലെ മൂക്ക്, മോണ, പല്ലുകൾ, ചെവി, ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അലർജിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 2 ഉച്ച കഴിഞ്ഞ് 3, 4 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 8 ഉച്ചയ്ക്ക് ശേഷവും നല്ലതാണ്. അടുത്തത് കുംഭക്കൂർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ ദിവസവും പിന്നീട് രണ്ടാം പകുതിയുടെ തുടക്ക ദിവസങ്ങളുമാണ് കൂടുതൽ ഗുണം. കൂടുതൽ ഗുണമെന്ന് പറയുമ്പോൾ സഹോദര സ്ഥാനത്തുള്ളവരോ ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പങ്കുകൊള്ളുന്നു. വെറുതെ ഒരു പങ്കുകൊള്ളലല്ല, സാമ്പത്തിക സഹായമായോ ആൾ സഹായമായോ അവർ നിൽക്കുന്നു. അത് വലിയൊരു ആശ്വാസമായി മാറുന്നു ഇവർക്ക്. ഒറ്റപ്പെട്ടു നിന്നിരുന്ന മനസ്സ്, ചഞ്ചലപ്പെട്ടിരുന്ന മനസ്സിലേക്ക് ശക്തിയുടെ ഊർജം പകർന്നുകൊണ്ട് അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ സഹോദരന്മാരോ എത്തുന്നു എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഈശ്വരാധീനമാണ്. സാമ്പത്തികമായി പെട്ടെന്ന് ചില സഹായങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ചില പെട്ടെന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അത് ഇവരുടെ കർമ്മ മേഖലയെ പോസിറ്റീവായി സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭാവിയിൽ സുരക്ഷിതമായ ഒരു കർമ്മ മേഖലയോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിൽ കുറച്ചുകൂടി സുരക്ഷിതമായ ഉറപ്പ് വരികയോ ചെയ്യുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന അസഹ്യതയും ആലസ്യവുമെല്ലാം മാറി കൃത്യമായി അതിൻ്റെ രീതി കണ്ടെത്തി വളരെ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തനക്ഷമത കാഴ്ചവെക്കുന്ന ഒരു അവസ്ഥ എന്തായാലും ഇവർക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസത്തിന് ശേഷം പിന്നീട് രണ്ടാം പകുതി തുടങ്ങുന്ന ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. ഞാനീ പറഞ്ഞു, സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തടസ്സങ്ങളിൽ നിന്നുള്ള മാറ്റം, മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്ന, മറ്റുള്ളവരാൽ ഉപദേശിക്കപ്പെടുന്ന, അതുവഴി ഗുണം കിട്ടുന്ന ഒരു അവസ്ഥ ഇവരിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ ചില പുതിയ ബന്ധങ്ങൾ ഇതുവഴി ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വിവാഹം കഴിക്കാത്തവർ ചിലപ്പോൾ അത് വിവാഹത്തിൻ്റെ രൂപത്തിലേക്ക് മാറാം. അതല്ലാത്തവർക്ക് വലിയ സൗഹാർദ്ദങ്ങളിലൂടെ ഭാവിയിൽ മികച്ച ഗുണം കിട്ടുന്ന ചില അവസ്ഥകളുണ്ടാകാം. ത്വക്ക് സംബന്ധമായ അലർജി അസുഖമോ ശരീരത്തിന് ഇൻഫെക്ഷനോ ഉണ്ടാകാം. ഈ നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്കും ശാരീരികമായ അവശതയുണ്ടാകാം. പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതാഘാതം ഏൽക്കാനോ മിന്നൽ പിണർ ഏൽക്കാനോ ഒക്കെ സാധ്യതയുണ്ട് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്ക്. അത് ശാരീരികമായ ഇൻഫെക്ഷൻ, അതുപോലത്തെ പ്രകൃതിക്ഷോഭ സംബന്ധമായ കാര്യങ്ങൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 2-ാം തീയതി കൊള്ളാം. പിന്നെ 4 ഉച്ച കഴിഞ്ഞ് 5, 6 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. ആഴ്ചയുടെ അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് നല്ലതല്ലാത്ത ഒരു അന്തരീക്ഷം കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ടാണ് അത് പറയുന്നത്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ ആദ്യ ദിവസം കഴിഞ്ഞാലുള്ള ദിവസങ്ങളും പിന്നീട് അവസാന ദിവസങ്ങളും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇവരുടെ മനസ്സ് നിരാശയിൽ നിന്നും പരാജയബോധത്തിൽ നിന്നുമൊക്കെ ഉണർന്നെണീറ്റ് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ വിജയത്തിൻ്റെ ആകാശങ്ങളിലേക്ക് പറക്കാൻ ഉള്ള ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതിനുള്ള ഈശ്വരാധീനവും ഭാഗ്യവും ഇവരിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ കാര്യക്ഷമത, പ്രവർത്തനക്ഷമത, തൻ്റെ കഴിവെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കുന്നു. അതിന് വളരെ ഗുണം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയുടെ അവസാന ദിവസങ്ങളിൽ നല്ല സാമ്പത്തിക നേട്ടം ഇവർക്കുണ്ടാകുന്നുണ്ട്. അപ്രതീക്ഷിതമായി പുതിയ ചില പ്രോജക്റ്റുകൾ ധനസഹായത്തോടൊപ്പം തന്നെ ഇവരിലേക്ക് വന്നു ചേരുന്നു. അതെല്ലാം തന്നെ ഇവർക്ക് ആശാവഹമായ ഒരു ഭാവിയെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സന്തോഷിക്കാൻ വകയുള്ള ഒരാഴ്ചയാണ്. എന്നാൽ ദോഷം ഇല്ലാതെയല്ല. ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് ചില വിലപ്പെട്ട ചില വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പണം ഉൾപ്പെടെയുള്ള സാധ്യതകൾ ആഴ്ചയുടെ ആദ്യ പകുതിയിലെ, അതായത് ആദ്യ ദിവസം കഴിഞ്ഞുള്ള 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് രണ്ടാം പകുതിയിലെ ആദ്യ ദിവസങ്ങൾ അയൽക്കാരുമായിട്ടോ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടോ കലഹിക്കാനുള്ള സാധ്യത കാണുന്നു.
ഇവരുടെ സ്ത്രീ ബന്ധങ്ങൾ, ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സ്ത്രീ ബന്ധങ്ങൾക്ക് എന്തെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പ്രത്യേകിച്ച് കാണുന്നത്. മാതാവിനും ചില അവശതകൾ ഉണ്ടാകാം, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരുടെ ശാരീരികമായ അവശത പ്രധാനമായും കാണുന്നത് വാദസംബന്ധമായ അസുഖമോ പേശി സംബന്ധമായ അസുഖമോ ചലനശേഷിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുന്നവർക്ക് അത് രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ബ്ലഡിൻ്റെ അശുദ്ധിയും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോറിൻ ബോഡി കടന്നിട്ടുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 2-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3-4 ഉച്ചവരെ, ശേഷം 6 ഉച്ച കഴിഞ്ഞ് 7-8 ഉച്ചവരെയും ഗുണകരമാണ്. ശനിദോഷ പരിഹാരത്തിന് കറുത്ത പട്ടുവസ്ത്രം അല്ലെങ്കിൽ കടും നീലവസ്ത്രം ശനീശ്വരന്, ശാസ്താവിന്, അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കാൻ ശ്രമിക്കുക. തെരുവു നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. എള്ള കിഴികെട്ടി കത്തിക്കുക. കടുംപായസം കഴിപ്പിക്കുക. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. നെയ്വിളക്ക് കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഓം നാഗായ നമഃ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരങ്ങൾക്ക്, നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കുക. അർച്ചനയ്ക്കും കൊടുക്കുക. ഏത് വ്യക്തികൾക്കാണോ ദുരിതം അനുഭവിക്കുന്നത് അവർക്ക്. ഓം ഗം ഗണപതയെ നമഃ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമഃ എന്നോ ഓം ഗം ഗണപതയെ നമഃ എന്നോ ജപിക്കുക. കേതുദോഷ പരിഹാരത്തിന് ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക, നാളികേരം മുടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഉണ്ണിയപ്പ നിവേദ്യവും ഏറ്റവും ഇഷ്ടമാണ് ഗണപതിക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.